CPM തന്നെ പറയുന്നുണ്ട്. അതിൽ അന്വേഷണം നടക്കട്ടെ, അന്വേഷണത്തിന് ഭാഗപ്പെട്ടെ. അതിൽ അന്വേഷണത്തിൽ ഇടപെടുന്നില്ല എന്ന് പോലും പറഞ്ഞു ഒരു ഘട്ടത്തിൽ. പക്ഷേ സംശയാസ്പദമായി നിൽക്കുന്ന ആളുകൾ ചിലർ പ്രതിപട്ടികയിൽ തന്നെ വന്നിരിക്കുന്നു. ഇപ്പോ കുഞ്ഞനന്തൻ, അയാളെ സംരക്ഷിക്കുകയാണ് പാർട്ടി ഗ്രാമത്തിൽ നിന്നാണ് കൊടിസുനി ഉൾപ്പെടെയുള്ള കൊട്ടേഷൻ സംഘാംഗങ്ങളെ പിടികൂടിയത്. കാരായ രാജനെയും കാരായ ചന്ദ്രസേനയും പറ്റി യാതൊരു വിവരവുമില്ല. താങ്കൾ ഈ സുരക്ഷയെപ്പറ്റി ഇങ്ങനെ ആക്ഷേപിച്ച് പറയുന്നുണ്ടായിരുന്നല്ലോ. കാരായ രാജന് സുരക്ഷ കൊടുത്തത് ആഭ്യന്തരമന്ത്രിയായിരിക്കെ കോടിയേരി ബാലകൃഷ്ണനാണ്. രാജൻ തന്നെ ആ സുരക്ഷ ഒഴിവാക്കി മുങ്ങി നടക്കണമല്ലോ രാജൻ. ഇപ്പോൾ ആ അവസ്ഥയാണല്ലോ രാജന്റേത്. ഇതൊക്കെ എന്ത് സൂചനയാണ് നൽകുന്നത്? എന്നിട്ട് താങ്കൾ പറയുകയാണ് ഇവിടുത്തെ നിയമ നടപടികളുമായി എല്ലാം CPM സഹകരിക്കുകയാണെന്ന്. നമ്മൾ പ്രത്യക്ഷമായ കാര്യങ്ങളില്ലാതെ പരോക്ഷമായ ഒരുപാട് കാര്യങ്ങളിൽ ഇങ്ങനെ കടന്നു കയറി ചിന്തിക്കണം. പ്രത്യക്ഷമായ കാര്യങ്ങൾ നമ്മൾ കുറച്ചുകൂടി ചിന്തിക്കുക. ഈ കേരളത്തിൽ നിന്നുള്ള യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞാൻ പറയുന്നത്. യാഥാർത്ഥ്യമായി ചോദ്യം ഇപ്പോൾ കുഞ്ഞനന്തനെ ഇങ്ങനെ തിരയുന്നു പോലീസ്. അല്ല, കുഞ്ഞനന്തനെ തിരയുന്നുണ്ട്. ഈ പ്രതികളെ ഇതുവരെ കിട്ടിയില്ല. അതെന്ത് കിട്ടാന്നുള്ളത് ഞാൻ പറയുന്നത്. കേരളത്തിലെ പോലീസ് ഇപ്പം പോലീസ് പോയി പിടിച്ച് ആ മുടക്കോഴി മലയിൽ പോയി പോലീസ് പിടിച്ചില്ല. ഈ സ്ഥലം എനിക്കറിയാവുന്ന. ആ ഭാഗം പാർട്ടി ഗ്രാമമാണോ? പാർട്ടി ഗ്രാമം ഒന്നും പറയാൻ പറ്റൂല. ഇവിടെ ഈ പ്രദേശം ഒന്ന് പാർട്ടിക്ക് സ്വാധീനമുള്ള സ്ഥലമാണ്. ഈ തില്ലങ്കേരി മുടക്കുന്നു എന്ന് പറയുന്നത് തില്ലങ്കേരി പഞ്ചായത്താണ്. ഈ സംഘത്തെ പിടികൂടുമ്പോൾ അവിടുത്തെ LC സെക്രട്ടറിയുടെ മകനെ അടക്കമാണ് പോലീസ് പിടികൂടിയത്. അതെന്താന്നുള്ളൊരു ഉള്ളടക്കം എനിക്കറിയില്ല. കാരണം ഈ ഗ്രാമമൊക്കെ എനിക്കറിയാവുന്ന. ഏറ്റവും ഒടുവിൽ അറിയാൻ കഴിയുന്നത് കുഞ്ഞനന്തൻ പർദ്ദയിട്ട് നടക്കുന്നുവെന്നാണ്. എന്തൊരു ഗതികേടാണ് ഒരു ഞാൻ നടക്കുമ്പോൾ നടക്കുന്നതെന്നാ പറയുന്നത് താങ്കൾ. ഞാൻ നടക്കുമ്പോൾ കുഞ്ഞനന്തൻ നടക്കുന്നതെന്നാ താങ്കൾ പറയുന്നത്. ഇതൊക്കെ അങ്ങനെയൊക്കെ ആൾമാരോട്ടൊക്കെ ഉണ്ടാവില്ല. പിന്നെ ഇത്രയും കാലമായിട്ട് താമസിക്കും. പക്ഷെ ഇതെല്ലാം കൂടുതൽ ആ പാർട്ടിയുടെ നിരപരാധിത്വമാണോ തെളിയിക്കുന്നത്, അതോ കുറ്റകരമായ പങ്കാളിത്തമോ? അല്ല, അതിനെക്കുറിച്ച്